ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന വിഷ്വലാണ്. ഈ കപ്പലിൽ തീ പിടിക്കുന്ന ദൃശ്യമാണ്. ഇത് ആദ്യമായിട്ട് 24 ആണ് ഇത് പുറത്തുവിടുന്നത്. കപ്പൽ കത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അറബിക്കടലിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തം അതിൻ്റെ നേർസാക്ഷ്യമായിട്ട് ഈ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അടിക്കരുത്. വീണ്ടും ചേരുന്നു. അരുൺ, താങ്കൾക്ക് തുടരാം. SKN 10 മണിയോടുകൂടി ജീവനക്കാരെയും വഹിച്ചുള്ള കപ്പൽ തുറമുഖത്തേക്ക് അടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒടുവിൽ തുറമുഖ അതോറിറ്റി അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഏതാനും 10 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പുറത്തേക്ക് എത്താനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് കപ്പൽ അടുക്കേണ്ടത്, ആ കപ്പലിൽ നിന്ന് ഏത് ഭാഗത്ത് ഈ ജീവനക്കാരെ പുറത്തിറക്കാൻ സാധിക്കുമെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനമായി കഴിഞ്ഞു. സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി കഴിഞ്ഞു. തുറമുഖ അതോറിറ്റി കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ് ഈ തുറമുഖത്തിന് അടുത്തുള്ളത്. അത് 5 കിലോമീറ്റർ അകലെയുള്ള AJ ആശുപത്രിയും 9 കിലോമീറ്റർ അകലെയുള്ള KMC ജ്യോതി ആശുപത്രിയുമാണ്. ഈ 2 ആശുപത്രികളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ജീവനക്കാരെ മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആശുപത്രി ഏത് എന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. നമ്മൾ തുറമുഖ അതോറിറ്റിയുമായി അക്കാര്യം അന്വേഷിച്ചിരുന്നു, പക്ഷേ അവർ അതിലൊരു വ്യക്തത ഇതുവരെയും തന്നിട്ടില്ല. എന്തായാലും 10 മണിയോടുകൂടി ഈ കപ്പൽ ഇവിടേക്ക് എത്തും. 18 ജീവനക്കാരാണുള്ളത്. മ്യാൻമർ, ഇന്തോനേഷ്യൻ സ്വദേശികളാണ്. അതിൽ 5 പേർക്ക് പരിക്കുണ്ട്, 2 പേർക്ക് ഗുരുതര പരിക്കുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. SKN.